ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. വൈഫൈ ലഭ്യത ഉറപ്പാക്കുന്ന പിഎം വാണി പദ്ധതി സാങ്കേതിക വിദ്യാലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. ചുരുങ്ങിയ താങ്ങുവില സമ്പ്രദായം തുടരുമെന്ന് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 5 ജില്ലകളിലെ പോളിംഗ് ആരംഭിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 94.66%. കേരളത്തിൽ ഇന്നലെ 4875 പേർക്ക് കോവിഡ് ബാധ. റോഡ് അടിസ്ഥാന മേഖലയിലെ സാങ്കേതിക സഹകരണത്തിന് ഇന്ത്യയും ഓസ്ട്രിയയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം. നിലവിലെ പാർലമെന്റ് മന്ദിരത്തിന് സമീപമാണ് പുതിയ മന്ദിരം നിർമ്മിക്കുക. അത്യാധുനിക രീതിയിൽ ത്രികോണാകൃതിയിൽ നിർമ്മിക്കുന്ന മന്ദിരം പരിസ്ഥിതി സൌഹൃദവും അതീവ സുരക്ഷാ സംവിധാനങ്ങൾ അവലംബിച്ചുള്ളതുമായിരിക്കും. ലോക്സഭയ്ക്ക് നിലവിലുള്ളതിനേക്കാൾ 3 ഇരട്ടി വലുപ്പമുണ്ടാകും. രാജ്യസഭയ്ക്കും അതിനനുസരണമായ വലുപ്പമുണ്ടാകും. 971 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബൃഹത്തായ ഒരു ഭരണഘടനാ ഗ്യാലറിയും പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും. വൈഫൈ ലഭ്യത ഉറപ്പാക്കുന്ന പിഎം വാണി പദ്ധതി സാങ്കേതിക വിദ്യാലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു റിപ്പോർട്ട്. ഇന്ത്യയിലാകമാനം വൈഫൈ ലഭ്യത മെച്ചപ്പെടുത്തുന്നതാണ് കേന്ദ്ര മന്ത്രിസഭായോഗം ഇന്നലെ അനുമതി നൽകിയ പിഎം വാണി പദ്ധതി. ചെറിയ കടകൾ വഴിയും വൈഫൈ സേവനം നൽകാൻ സാധിക്കും. ഇതിലൂടെ യുവജനങ്ങൾക്ക് പരിധിയില്ലാത്ത ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും കഴിയും. ഡിജിറ്റൽ ഇന്ത്യ ദൌത്യത്തിന് ശക്തി പകരുന്നതാണ് വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് പദ്ധതിയെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. പബ്ലിക് ഡാറ്റ ഓഫീസുകൾ വഴി പൊതുജനങ്ങൾക്ക് വൈഫൈ ലഭ്യമാക്കുന്ന പദ്ധതി വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് ഐടി വാർത്താ പ്രക്ഷേപണ മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. കൊച്ചിക്കും ലക്ഷദ്വീപിനുമിടയിൽ സമുദ്രത്തിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി. അരുണാചൽ പ്രദേശിലും അസമിലുമായി 2374 ഗ്രാമങ്ങളിൽ മൊബൈൽ കവറേജ് ഉറപ്പാക്കുന്ന പദ്ധതിയും അംഗീകരിച്ചു. ഈ സാമ്പത്തിക വർഷം ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് 1584 കോടി രൂപ അനുവദിച്ചു. 2023 വരെ ആകെ 22,810 കോടി രൂപയാണ് ചെലവിടുന്നത്. 58 ലക്ഷത്തിലേറെ ജീവനക്കാർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് തൊഴിൽ മന്ത്രി സന്തോഷ് ഗ്യാങ്വാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ചുരുങ്ങിയ താങ്ങുവിലയും എപിഎംസി മാണ്ഡി സമ്പ്രദായവും ഇനിയും തുടരുമെന്ന് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ ആവർത്തിച്ച് വ്യക്തമാക്കി. കർഷകരുടെ ഭൂമി ആർക്കും ഒരു കാരണവശാലും കൈവശപ്പെടുത്താനാകില്ല. വിള വാങ്ങുന്നയാൾക്ക് കർഷക ഭൂമിയിൽ ഒരു മാറ്റവും വരുത്താനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കർഷകന് നൽകാനുള്ള തുക പൂർണ്ണമായും നൽകാതെ കരാർ അവസാനിപ്പിക്കാൻ കരാറുകാർക്ക് കഴിയില്ലെന്നും ശ്രീ തോമർ വ്യക്തമാക്കി. യഥാസമയം പണം നൽകിയില്ലെങ്കിൽ കരാറുകാർക്ക് നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 5 ജില്ലകളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ 451 തദ്ദേശ സ്ഥാപനങ്ങളിലെ 8116 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ്. ആകെ 350 ഗ്രാമപഞ്ചായത്തുകളും 58 ബ്ലോക്ക് പഞ്ചായത്തുകളും 36 മുനിസിപ്പാലിറ്റികളും ഇന്ന് വിധിയെഴുതും. വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ഇന്നലെ വൈകിട്ട് 3 മണിക്ക് ശേഷം കോവിഡ് പോസിറ്റീവ് ആകുന്നവർക്കും ക്വാറന്റീനിൽ പ്രവേശിക്കുന്നവർക്കും ആരോഗ്യവകുപ്പിലെ ഡെസിഗ്നേറ്റഡ് ഹെൽത്ത് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രവുമായി ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാം. വൈകിട്ട് 6 മുൻപ് ഇവർ ബൂത്തിൽ എത്തിയിരിക്കണം. കേരളത്തിൽ 5 ജില്ലകളിലായി 8-ാം തീയതി നടന്ന ഒന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 73.12% പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഇന്റഗ്രേറ്റഡ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കാൻ ആയുഷ് മന്ത്രാലയം തീരുമാനിച്ചു. ആയുഷ് സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയും എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേരിയയും നടത്തിയ സന്ദർശനത്തെ തുടർന്നുള്ള അവലോകന യോഗമാണ് തീരുമാനമെടുത്തത്. കോവിഡ് അനന്തരം ചികിത്സയ്ക്ക് ആയുർവേദവും യോഗയും ഉൾപ്പെടുത്തിയ സംയോജിത മാർഗ്ഗരേഖ തയ്യാറാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം.
റോഡ് അടിസ്ഥാന സൌകര്യ മേഖലയിലെ സാങ്കേതിക സഹകരണത്തിന് ഇന്ത്യയും ഓസ്ട്രിയയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. റോഡ് ഗതാഗതം, റോഡ് ദേശീയപാത വികസനം, സുരക്ഷ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഗതാഗത സംവിധാനം എന്നിവയിൽ ഉഭയകക്ഷി സഹകരണമാണ് ധാരണാപത്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മറ്റ് മേഖലകളിൽ നിലവിലുള്ള ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. സാർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ദിനമാണിന്ന്. 1948 ഡിസംബർ 10-നാണ് UN ജനറൽ അസംബ്ലിയിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. മനുഷ്യന്റെ അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.66%. ഇന്നലെ 36,635 പേർ രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 93,15,581 ആയി. 3,78,909 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം 32,080 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 97 ലക്ഷം കടന്നു. 402 പേരാണ് ഇന്നലെ കോവിഡ് മൂലം മരണമടഞ്ഞതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 6.87 കോടി പിന്നിട്ടു. 1.94 കോടിയോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കേരളത്തിൽ ഇന്നലെ 4,875 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. 4,230 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,647 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് 5,86,998 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. 35 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. നിലവിലെ ഖാരിഫ് വിപണന കാലയളവിൽ 356 ലക്ഷം ടൺ നെല്ല് സർക്കാർ സംഭരിച്ചു. നിലവിലെ താങ്ങുവില പദ്ധതി പ്രകാരം ഖാരിഫ് വിളകൾ കർഷകരിൽ നിന്നും തുടർന്നും സംഭരിക്കുമെന്ന് കേന്ദ്ര കാർഷിക മന്ത്രാലയം അറിയിച്ചു. കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നെല്ല് സംഭരണം തുടരുകയാണ്. ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ 57% പഞ്ചാബിൽ നിന്നാണ്. താങ്ങുവില ഇനത്തിൽ 67,248 കോടി രൂപ 37 ലക്ഷത്തോളം കർഷകർക്ക് നൽകിയതായും കേന്ദ്ര കാർഷിക മന്ത്രാലയം അറിയിച്ചു. 16 വയസ്സിന് മുകളിലുള്ളവർക്ക് ഫൈസറിന്റെ കൊറോണ വാക്സിൻ നൽകുന്നതിന് കാനഡ ഗവൺമെന്റ് അംഗീകാരം നൽകി. അടുത്തയാഴ്ച മുതൽ കനേഡിയൻ പൌരന്മാർക്ക് വാക്സിൻ സ്വീകരിക്കാനാവും. വാക്സിന്റെ സുരക്ഷയും ഫലപ്രാപ്തിയും സംബന്ധിച്ച് സ്വതന്ത്ര അവലോകനം നടത്തിയതായി കാനഡയുടെ ആരോഗ്യ വിഭാഗം അറിയിച്ചു. അടുത്തയാഴ്ചയോടെ അമേരിക്ക, ബെൽജിയം എന്നിവിടങ്ങളിൽ നിന്ന് ആദ്യ ഡോസ് വാക്സിൻ വിതരണത്തിനെത്തുമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കി. ജമ്മുകാശ്മീർ ജില്ലാ വികസന കൌൺസിലിലേക്കുള്ള 5ാംഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 37 നിയോജക മണ്ഡലങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കശ്മീരിലെ 17 ഡിവിഷനുകളിലും ജമ്മുവിലെ 20 ഡിവിഷനുകളിലുമാണ് പോളിംഗ് നടക്കുക. 299 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വിദേശ രാജ്യങ്ങളിലെ എംബസി ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘം ഇന്നലെ ഹൈദരാബാദിൽ സന്ദർശനം നടത്തി. ബയോടെക്നോളജി വകുപ്പും ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൌൺസിലുമായി ചേർന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത്. ഭാരത് ബയോടെക്, ബയോളജിക്കൽ ഇ തുടങ്ങിയ പ്രമുഖ ഗവേഷണ ഉൽപാദന കേന്ദ്രങ്ങൾ സംഘം സന്ദർശിച്ചു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 കർഷക നിയമങ്ങൾ തമിഴ്നാട്ടിലെ കർഷകർക്ക് ഗുണകരമാണെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി. നാഗപട്ടണം, തിരുവാരൂർ ജില്ലകളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കാൻ നിയമം സഹായിക്കും. വിളകൾക്ക് മിനിമം താങ്ങുവില ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയുടെ 138ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഭാരതി ഉത്സവം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. വെർച്വൽ മാർഗ്ഗത്തിൽ സംഘടിപ്പിക്കുന്ന ഉത്സവത്തിൽ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും നിരവധി കവികളും കലാകാരന്മാരും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. വൈഫൈ ലഭ്യത ഉറപ്പാക്കുന്ന PM വാണി പദ്ധതി സാങ്കേതിക വിദ്യാ ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. ചുരുങ്ങിയ താങ്ങുവില സമ്പ്രദായം തുടരുമെന്ന് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ 5 ജില്ലകളിലെ പോളിംഗ് ആരംഭിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 94.66%. കേരളത്തിൽ ഇന്നലെ 4,875 പേർക്ക് കോവിഡ് ബാധ. റോഡ് അടിസ്ഥാന മേഖലയിലെ സാങ്കേതിക സഹകരണത്തിന് ഇന്ത്യയും ഓസ്ട്രിയയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.